ജീവനാണ് വലുത്. ഇന്ന് മനുഷ്യൻ ജീവന് വേണ്ടി കെഞ്ചുന്നൊരു കാഴ്ചയാണ് കേരളത്തിന്റെ മലയോര മേഖലയിൽ കാണുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമം, അതിന് ഭേദഗതി വരുത്താതെ ഒരു മാറ്റവും നമ്മുടെ മലയോര മേഖലയിൽ സംഭവിക്കുകയില്ല. എന്നും ചരിത്രത്തിന്റെ ഭാഗമായി, എന്നും സമരമുഖത്ത് ശക്തമായി പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. ഇന്ന് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി MP, അദ്ദേഹം പാർലമെന്റിൽ നിരവധി തവണ ഈ വിഷയത്തെ ഉന്നയിച്ചു. അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർ നേരിടുന്ന, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഇവിടുത്തെ നിങ്ങൾക്കറിയാം കരിമണൽ ഖനനം മുതൽ, അല്ലെങ്കിൽ വന്യജീവി പ്രതിസന്ധികൾ മുതൽ, ബഫർ സ്റ്റോൺ മുതൽ, ഇങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളുടെ സമയത്ത് ശക്തമായ നിലപാടെടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് ചേർന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് അതിനെ സ്വാഗതം ചെയ്ത ചരിത്രമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണി അദ്ദേഹം വഹിക്കുന്ന പങ്ക്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 13 ജില്ലകളിലും മലയോര മേഖലകളിൽ ജനങ്ങളുമായി സംബന്ധിച്ച മലയോര യാത്രകൾ നടത്തി. വളരെ ദുഃഖകരമായ, സാധാരണക്കാരുമായി ഞങ്ങൾ സംബന്ധിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന, വേദനിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങളുടെ മുമ്പിൽ കണ്ടത്. നാം കണ്ടില്ലേ, കേരളം ഏറ്റവും ദാരുണമായൊരു കാഴ്ചയ്ക്ക് നാം കണ്ടതാണത്. ഒരു പാവപ്പെട്ട വീട്ടമ്മ, കർഷകയായൊരു വീട്ടമ്മ കാപ്പിത്തോട്ടത്തിലേക്ക് പോയപ്പോൾ കടുവ അവരെ കടിച്ചു കീറി കൊലപ്പെടുത്തി. ആറളം ഫാമിൽ ആന ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച. ഏകദേശം ഈ 2020 മുതൽ 2024 വരെ ഏകദേശം 900ഓളം ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ആർക്കാണ് ഇവിടെ വില? കാട്ടാനൊരു ഭാഗത്ത്, കടുവ ഒരു ഭാഗത്ത്, പുലി, മയില്, കുരങ്ങ്, മലയണ്ണാൻ എന്നു വേണ്ട സകല വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കയറി. കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അസഹനീയമായ അവസ്ഥ. ഒരു വലിയ ജീവൻ മരണ പോരാട്ടമാണ്. ഈ മാർച്ച് 27 കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ MLA-മാരും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും പാർലമെന്റ് മുമ്പിൽ ധർണ്ണ നടത്തുകയാണ്. ഈ ധർണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി വരുത്തണം. നമുക്ക് സംസ്ഥാനത്തെ പഠിക്കാൻ പറ്റത്തില്ല, സംസ്ഥാനത്തിന് പരിമിതിയുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏതെങ്കിലും മൃഗങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കൊല്ലപ്പെട്ടാൽ പോലും ഉടനെ മേനകാ ഗാന്ധി അതിനെതിരെ വലിയ സമരമായി വരികയാണ്. മനുഷ്യജീവന് കൽപ്പിക്കാത്ത ഇതുപോലുള്ള രാഷ്ട്രീയ ആളുകൾ ഉള്ളത് നമ്മുടെ രാജ്യത്തിന് വലിയ ആപത്താണ്. വയനാട് അല്ലെങ്കിൽ മലയോര മേഖലകളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം, കർഷക വൃത്തി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം അസഹനീയമായി മാറി. ഇതിന് അറുതി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കർഷക അല്ലെങ്കിൽ ആ മേഖല മുഴുവൻ തകരുകയാണ്. ഭയം കൊണ്ട് മനുഷ്യർ ജീവിക്കാൻ വയ്യ. കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ കഴിയുക വന്യമൃഗങ്ങളെ പേടിച്ചിട്ട്. നിങ്ങളെ പന്നികളൊക്കെ ആണെങ്കിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുകയാണ്. ഞാനൊക്കെ ഒരു കർഷകനാണ്. ഇന്ന് ഞങ്ങളുടെ പറമ്പിലൊന്നും കൃഷി ചെയ്യാൻ കഴിയത്തില്ല. മുഴുവൻ പന്നി കൊണ്ടുപോവുക, അല്ലെങ്കിൽ മയിൽ കൊണ്ടുപോവുക. ഇതിനെ തൊടാൻ പറ്റുമോ? മാത്രമോ ഫോറസ്റ്റ് നിയമം എന്തൊക്കെയാണ്? ഈ നിയമം കൊണ്ട് വിറക് പെറുക്കാൻ സാധാരണ ഒരു ആദിവാസി കയറിയാൽ പോലും, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കയറിയാൽ പോലും ഇന്ന് കേസെടുക്കുന്ന ഒരു അവസ്ഥയായി മാറി. കാട്ടിൽ ജീവിക്കുന്നവർക്കും ജീവിക്കാൻ വയ്യ, നാട്ടിൽ ജീവിക്കുന്നവർക്കും ജീവിക്കാൻ വയ്യ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തരത്തിലൊരു വന്യമൃഗം നമ്മുടെ പറമ്പിൽ വന്ന് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അതിന് ജാമ്യമില്ലാത്ത കേസെടുക്കുകയാണ്. ഇതിനെല്ലാം അറുതി വരുത്തിയേ മതിയാകുകയുള്ളൂ. ഈ ശക്തമായ സമര പരിപാടിയിൽ എന്നും ജനത്തോടൊപ്പം, കർഷകരോടൊപ്പം, നാടിന്റെ വിഷയങ്ങളോടൊപ്പം നിന്നിട്ടുള്ള കേരള കോൺഗ്രസ് എം വീണ്ടും ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് മാറിയേ മതിയാവുകയുള്ളൂ. ഒരു ജീവൻ മരണ പോരാട്ടമാണ്. മാർച്ച് 27 പാർലമെന്റ് നടക്കുന്ന ധർണ്ണയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. ഇത് കാണുന്ന എല്ലാ പ്രവാസി മലയാളികൾക്കും, എല്ലാ ഈ മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രാജ്യങ്ങളുമുള്ള ആളുകളെയും ഞാൻ ഇതിനുവേണ്ടി പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കാണാം. ഈ സമരമുഖത്ത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. നന്ദി.